വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോൺവെർസേഷൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ചെയ്തത്? നമ്മൾ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എയർപോർട്ട് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പാസഞ്ചർ എയർപോർട്ടിൽ പോയിട്ട് അവിടെ സംസാരിക്കേണ്ട വരുന്ന ഓരോ സെൻറ്റൻസുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട്, അതുപോലെ തന്നെ വിസയുടെ കോപ്പി, പിന്നെന്താണ് നമ്മുടെ ടിക്കറ്റും നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ പുറത്ത് ചെക്ക് ചെയ്യാൻ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സെക്യൂരിറ്റിയോട് സംസാരിക്കണത് തൊട്ടാണ് നമ്മളിവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Security. Hello, where are you traveling today? Passenger, I'm traveling to Dubai. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചോദിക്കുകയാണ്, ഹലോ, വേർ ആർ യു ട്രാവലിംഗ് ടുഡേ? എങ്ങോട്ടാണ് നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേർ ആർ യു ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ പകരം വേർ ആർ യു ഗോയിങ് എന്നും നമുക്ക് പറയാം. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നും ചോദിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സെൻറ്റൻസ് പഠിച്ചില്ലേ. ഇപ്പോൾ വേർ ആർ യു ഗോയിങ് ടുഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നതെന്നാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോൾ നാളെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറയാം, വേർ ആർ യു ഗോയിങ് ടുമോറോ എന്ന് ചോദിക്കാം. അപ്പം അങ്ങനെ ഓരോ ഡേ അനുസരിച്ച് നമുക്ക് മാറ്റിയ സെൻറ്റൻസ് പറയാം. അപ്പോൾ ഇവിടെ എന്താ ആൻസർ ചെയ്തത്? ഐ ആം ട്രാവലിംഗ് ടു ദുബായ്. ഞാൻ യാത്ര ചെയ്യുന്നത് ദുബായിലേക്കാണ്. ക്യാൻ യു ഷോ മീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്? ഷുവർ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ക്യാൻ യു ഷോ മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്? പാസ്പോർട്ടിനെയും ടിക്കറ്റിനെയും കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റും എന്നെ കാണിക്കാമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷുവർ എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും, ഉറപ്പായും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ചോദ്യം ചോദിച്ചതിന് ഇവിടെ ആൻസർ ചെയ്യാണ്. പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കാമോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാണ് ഉറപ്പായും അല്ലെങ്കിൽ തീർച്ചയായും കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഷുവർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക്സ് ആഫ്റ്റർ വെരിഫൈങ്. അപ്പോൾ ഇവിടെ പറയാണ്, നന്ദി പറയാണ്. എന്തിനു ശേഷമാണ്? ആഫ്റ്റർ വെരിഫൈങ്, അതായത് പരിശോധനയ്ക്ക് ശേഷം. ഓക്കെ, പ്ലീസ് ഗോ ടു ദ ചെക്ക് ഇൻ ഡെസ്ക് ആൻഡ് ഹിയർ ഈസ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്. അപ്പോൾ ഇവിടെ പറയാണ്, ശരി, ഓക്കെ, ദയവായി ചെക്ക് ഇൻ ഡെസ്കിലേക്ക് പോകും, നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റും ഇതാ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുകയാണ്. അറ്റ് ദി ചെക്ക് ഇൻ ഡെസ്ക് എയർലൈൻ സ്റ്റാഫ്, ഗുഡ് മോർണിംഗ്. പാസഞ്ചർ, ഗുഡ് മോർണിംഗ്. എയർലൈൻ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എയർലൈൻ സ്റ്റാഫ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എയർലൈൻ സ്റ്റാഫ് ഗുഡ് മോർണിംഗ് പറയാണ്. അപ്പോൾ പാസഞ്ചർ അത് തിരിച്ച് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ടൈം അനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മൾ എപ്പോഴാണ് പറയാം? മോർണിംഗ് 5 AM to 12 PM നമ്മൾ ഗുഡ് മോർണിംഗ് പറയും. അത് കഴിഞ്ഞ് ഗുഡ് ആഫ്റ്റർനൂൺ 12 PM to 5 o'clock പറയും. ഗുഡ് ഈവനിങ് 5 o'clockന് ശേഷമാണ് ഗുഡ് ഈവനിങ് പറയാം. പ്ലീസ് ഷോ മീ യുവർ ടിക്കറ്റ്. യെസ്, ദിസ് ഇസ് മൈ ടിക്കറ്റ്. അപ്പോൾ പ്ലീസ് ഷോ മീ എന്ന് പറഞ്ഞാൽ എന്താ? ദയവായി എന്നെ കാണിക്കൂ. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടിക്കറ്റിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ടിക്കറ്റ് എന്നെ കാണിക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ആൻസർ എന്താണ്? യെസ്, ദിസ് ഇസ് മൈ ടിക്കറ്റ്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ ടിക്കറ്റ് എന്നെ കാണിക്കൂ എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിനെയാണ് ആ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ യെസ് പറയുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ദിസ് ഇസ് മൈ ടിക്കറ്റ്, ഇതാണ് എൻ്റെ ടിക്കറ്റ്. ആൻഡ് ക്യാൻ ഐ സീ യുവർ പാസ്പോർട്ട്? യെസ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് നിങ്ങളുടെ പാസ്പോർട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്താ പറഞ്ഞത്? അപ്പോൾ ഇവിടെ യെസ് എന്തിനാ പറഞ്ഞത്? യെസ്, പാസ്പോർട്ട് കണ്ടോളൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ യെസ് പറയുന്നത്. ഈസ് എനിബഡി എൽസ് ട്രാവലിംഗ് വിത്ത് യു? നോ, ഐ എം ട്രാവലിംഗ് അലോൺ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, വേറെ ആരെങ്കിലും, എനിബഡി എൽസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വിത്ത് യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? നോ, ഐ എം ട്രാവലിംഗ് അലോൺ. ഇല്ല, ഐ എം ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? എലോൺ ആണ്, അതായത് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഡിഡ് സംവൺ യു ഡോണ്ട് നോ ആസ്ക് യു ടു ടേക്ക് സംതിങ് ഓൺ ദ പ്ലെയിൻ വിത്ത് യു? നോ,
നോ വൺ ഹാസ് ആസ്ക്ഡ് മീ ടു ഡു സോ. സംവൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും. അപ്പോൾ സംവൺ യു ഡോണ്ട് നോ എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും, അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. ടേക്ക് എന്ന് പറഞ്ഞാലോ ഇവിടുത്തെ അർത്ഥം കൊണ്ടുപോകുക. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. അപ്പോൾ ഇത് ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡിഡ് സംവൺ യു ഡോണ്ട് നോ ആസ്ക് യു ടു ടേക്ക് സംതിങ് ഓൺ ദ പ്ലെയിൻ വിത്ത് യു. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും നിങ്ങളോട് വിമാനത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോ വൺ ഹാസ് ആസ്ക്ഡ് മീ ടു ഡു സോ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ഇല്ല, ആരും എന്നോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിൽ യു ചെക്ക് ഇൻ എനി ലഗേജ്? യെസ്, ഐ ഹാവ് 2 suitcases. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിൽ യു ചെക്കിങ് എനി ലഗേജ്? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? അതെ, യെസ്, ചെക്ക് ഇൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവിടെ ആൻസർ പറയുന്നത്. യെസ്, ഐ ഹാവ് 2 suitcases. അതായത് എനിക്ക് 2 suitcases ഉണ്ട്, അതായത് എനിക്ക് 2 പെട്ടികളുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡു യു ഹാവ് എ ഹാൻഡ് ബാഗ്? യെസ്, ഐ ഹാവ് എ ലാപ്ടോപ്പ് ബാഗ്. ഡു യു ഹാവ് എ ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കയ്യിൽ ബാഗ് ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് കയ്യിൽ പിടിക്കുന്ന ബാഗ് ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഐ ഹാവ് എ ലാപ്ടോപ്പ് ബാഗ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഉണ്ട്, എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ബാഗ് ഉണ്ട് എന്ന് പറയാണ്. ഡു യു ഹാവ് എനി പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ലൈക്ക് വെപ്പൺസ്, എക്സ്പ്ലോസീവ്സ്, എയറോസോൾസ് ഓൺ യുവർ ലഗേജ്? നോ, ഐ ഡോണ്ട് ഹാവ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ. എനി എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും അല്ലെങ്കിൽ വല്ലതും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്? പ്രൊഹിബിറ്റഡ് ഐറ്റംസ്. പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിരോധന വസ്തുക്കളാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് പോലെ എന്നാണ്. അതായത് നിരോധന വസ്തുക്കളായ വെപ്പൺസ്, എക്സ്പ്ലോസീവ്സ്, എയറോസോൾസ് പോലെയുള്ള വസ്തുക്കൾ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനാണ്. വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, എക്സ്പ്ലോസീവ്സ് എന്ന് പറഞ്ഞാലോ സ്ഫോടന വസ്തുക്കൾ, എയറോസോൾസ് എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കളിനെയാണ് ഇവിടെ എയറോസോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എവിടെയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓൺ യുവർ ലഗേജ്, അതായത് യാത്രാ സാധനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ആ സെൻറ്റൻസിലത്തെ എല്ലാ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് വായിച്ചു നോക്കിയാലോ. ഡു യു ഹാവ് എനി പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ലൈക്ക് വെപ്പൺസ്, എക്സ്പ്ലോസീവ്സ്, എയറോസോൾസ് ഓൺ യുവർ ലഗേജ്? നോ, ഐ ഡോണ്ട് ഹാവ്. അപ്പോൾ ഇവിടെ പറയാണ് ഇല്ല, എൻ്റെ കയ്യിലില്ല എന്ന് പറയാണ്. പ്ലീസ് പുട്ട് യുവർ ലഗേജ് ഓൺ ഹിയർ ടു ബി വെയ്ഡ്. അപ്പോൾ ഇവിടെ പറയാണ് പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി, പുട്ട് യുവർ ലഗേജ് ഓൺ ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങളുടെ ലഗേജ് വെക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബി വെയ്ഡ്, തൂക്കി നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടു ബി വെയ്ഡ് എന്ന് പറയുന്നത്. ഡു യു വോണ്ട് എ വിൻഡോ സീറ്റ് ഓർ എ സൈഡ് സീറ്റ്? I would like a window seat. Do you want a window seat or a side seat? അപ്പം നിങ്ങൾക്ക് ജനലിൻ്റെ അടുത്തുള്ള സീറ്റ് വേണോ അതോ സൈഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ വശത്തുള്ള സീറ്റ് വേണോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഐ വുഡ് ലൈക്ക് എ വിൻഡോ സീറ്റ്. ഒരു വിൻഡോ സീറ്റ് ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിയർ ഇസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് യുവർ ഗേറ്റ് ഇസ് A11. യു ക്യാൻ ഗോ ഫോർ ഇമിഗ്രേഷൻ നൗ. ഹാവ് എ പ്ലസന്റ് ജേർണി. താങ്ക് യു. ഹിയർ ഇസ് യുവർ ബോർഡിംഗ് പാസ്. അപ്പോൾ ഇതാ നിങ്ങളുടെ ബോർഡിംഗ് പാസ്. അപ്പോൾ ബോർഡിംഗ് പാസ് എന്താണ്? യാത്രാനുമതി ലഭിക്കുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ ബോർഡിംഗ് പാസ് എന്ന് പറയുക. ആൻഡ് യുവർ ഗേറ്റ് ഇസ് A11. നിങ്ങളുടെ ഗേറ്റ് ഏതാണ്? A11 ആണ്. യു ക്യാൻ ഗോ ഫോർ ഇമിഗ്രേഷൻ നൗ. നിങ്ങൾക്കിപ്പോൾ ഇമിഗ്രേഷന് പോവാമെന്ന് പറയാണ്. ഹാവ് എ പ്ലസന്റ് ജേർണി, അതായത് നിങ്ങൾക്ക് നല്ലൊരു യാത്ര ആശംസിക്കുന്നു എന്ന് പറയാണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ ആ രാജ്യത്തിന് അതിൻ്റേതായ കുടിയേറ്റ നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമിഗ്രേഷൻ ഓഫീസർ, ഗുഡ് മോർണിംഗ്. പാസഞ്ചർ, ഗുഡ് മോർണിംഗ്. ഇമിഗ്രേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ. പ്ലീസ് ഗിവ് മീ യുവർ പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ്. അപ്പോൾ ദയവായി നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും എനിക്ക് തരൂ എന്ന് പറയാണ്. യെസ്, ഹിയർ ഇറ്റ് ഇസ്. യെസ് എന്ന് പറഞ്ഞാൽ യെസ്, തരാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തരാം. ഹിയർ ഇറ്റ് ഇസ്, ഇതാ എന്ന് പറഞ്ഞ് പാസ്പോർട്ട് കൊടുക്കുകയാണ്. ആർ യു ട്രാവലിംഗ് അലോൺ? യെസ്. അപ്പോൾ ഇവിടെ ആർ യു ട്രാവലിംഗ് അലോൺ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ തന്നെയാണോ യാത്ര ചെയ്യുന്നത്? അപ്പോൾ അതെ എന്ന് പറയാണ്. ഹൗ ലോങ് ആർ യു ഗോയിങ് ടു സ്റ്റേ ദെയർ? നിങ്ങൾ എത്ര നാളാണ് അവിടെ നിൽക്കാൻ പോകുന്നത്? എ വീക്ക്, ഒരാഴ്ച. വേർ ആർ യു ഗോയിങ് ടു സ്റ്റേ? ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് മൈ സിസ്റ്റർ.
അപ്പോൾ വേർ ആർ യു ഗോയിങ് ടു സ്റ്റേ എന്ന് പറഞ്ഞാൽ സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക. അപ്പോൾ വേർ ആർ യു ഗോയിങ് ടു സ്റ്റേ എന്ന് പറഞ്ഞാലോ എവിടെയാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ബി സ്റ്റേയിങ് വിത്ത് മൈ സിസ്റ്റർ. സ്റ്റേയിങ് എന്ന് പറഞ്ഞാൽ താമസിക്കുക. അപ്പം ഞാൻ താമസിക്കാൻ പോകുന്നത് ആരുടെ കൂടെയാണ്? വിത്ത് മൈ സിസ്റ്റർ, എൻ്റെ സഹോദരിയുടെ കൂടെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടേക്ക് യുവർ പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ്. ഹാവ് എ സേഫ് ജേർണി. താങ്ക് യു. അപ്പോൾ ഇവിടെ പറയാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ ബോർഡിംഗ് പാസും എടുത്തോളൂ. ടേക്ക് യുവർ പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് എടുത്തോളൂ. ഹാവ് എ സേഫ് ജേർണി, അതായത് സുരക്ഷിതമായ യാത്ര നേരുന്നു എന്ന് പറയാണ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി. നൗ യു ക്യാൻ ഗോ ഫോർ സെക്യൂരിറ്റി ചെക്ക്. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷാ പരിശോധന. അപ്പം നൗ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പോകാം. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശോധനയ്ക്ക്, അതായത് സുരക്ഷാ പരിശോധനയ്ക്കായി നിങ്ങൾക്ക് പോകാം എന്ന് പറയാണ്. സെക്യൂരിറ്റി ഓഫീസർ, ബിഫോർ യു പാസ് ത്രൂ ദ മെറ്റൽ ഡിറ്റക്ടർ പ്ലീസ് ടേക്ക് യുവർ ലാപ്ടോപ്സ് ഔട്ട് ഓഫ് യുവർ ബാഗ്സ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്, എനി ഐറ്റംസ് ഇൻ യുവർ പോക്കറ്റ്സ് ലൈക്ക് കീസ്, coins, pen and put them all on the tray. Before you pass through the metal detector. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകുന്നതിന് മുൻപ്. പാസ് എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. അപ്പോൾ ബിഫോർ യു പാസ് എന്ന് പറഞ്ഞാലോ കടന്നു പോകുന്നതിന് മുൻപ് പ്ലീസ് ടേക്ക് യുവർ ലാപ്ടോപ്സ് ഔട്ട് ഓഫ് യുവർ ബാഗ്സ്. നിങ്ങളുടെ ബാഗുകളിൽ നിന്ന് ലാപ്ടോപ്പ് പുറത്തെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടേക്ക് ഓഫ് യുവർ ഷൂസ്, അതായത് നിങ്ങളുടെ ഷൂസ് മാറ്റുക, അതായത് ഷൂസ് ഊരി വെക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എനി ഐറ്റംസ് ഇൻ യുവർ പോക്കറ്റ്സ്, നിങ്ങളുടെ പോക്കറ്റിലുള്ള എന്തെങ്കിലും ഐറ്റംസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധനങ്ങളെയാണ്. അപ്പോൾ പോക്കറ്റിലുള്ള ഐറ്റംസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഏത് വസ്തുക്കളൊക്കെ പോലെയുള്ള സാധനങ്ങളാണ് മാറ്റി വെക്കാൻ പറയുന്നത്? കീസ്, അതായത് താക്കോലുകൾ. കോയിൻസ് എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ. പെൻ, അതായത് പേന. ആൻഡ് പുട്ട് ദെം ഓൾ ഓൺ ദി ട്രേ. ട്രേയിൽ വെക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പുകൾ നിങ്ങളുടെ ബാഗുകളിൽ നിന്ന് പുറത്തെടുക്കുക എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞാൽ നിങ്ങളുടെ ഷൂസ് ഊരി മാറ്റുക എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ പോക്കറ്റിലുള്ള നാണയങ്ങളും പേനയും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? പിന്നെ കീസും, അതായത് താക്കോലുകളും ഒക്കെ എടുത്ത് ഒരു ട്രേയിൽ നിക്ഷേപിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിക്ഷേപിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ വെക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ഇടുക എന്ന് പറയാം. എന്തും നമുക്ക് അവിടെ മീൻ ചെയ്യാം. അപ്പം നിക്ഷേപിക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലൊരു കറക്റ്റ് മീനിങ് തരുന്നത്. Take all of your things back and you can go to the lounge and wait for flight information announcement. Take all of your things back എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And you can go to the lounge. നിങ്ങൾക്ക് ഇനി ലോഞ്ചിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ വിശ്രമമുറിയിലേക്ക് പോകാം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ആൻഡ് വെയിറ്റ് ഫോർ ദ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ. എന്നിട്ട് നിങ്ങൾക്ക് കാത്തു നിൽക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലൈറ്റ് ഇൻഫർമേഷൻ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ തിരിച്ചെടുക്കാം, നിങ്ങൾക്ക് ഇനി ലോഞ്ചിലേക്ക് വിശ്രമിക്കാൻ പോകാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റ്. Ladies and gentlemen, passengers traveling to Dubai by UVXL 2011, please report to the gate number A11 and your flight is ready for boarding. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ കോൺവെർസേഷൻ, പല സിറ്റുവേഷനിലുള്ള കോൺവെർസേഷൻസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുറേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും കോൺവെർസേഷൻ വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.